ഈ ബഡായ് ബംഗ്ലാവിൽ നമ്മുടെ നാട്ടുകാരിയായ ഒരാൾ ഗസ്റ്റ് ആയിട്ട് വരുന്നു. നമ്മൾ പ്രൗഡ് ഫീൽ അല്ലേ? അപ്പൊ ഞാൻ ആ കൂട്ടത്തില് അങ്ങനെ എല്ലാവർക്കും അയക്കുന്ന കൂട്ടത്തിൽ അങ്ങ് മെസ്സേജ് അയച്ചേ ഉള്ളൂ. അതായത് നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള ഒരാളിങ്ങനെ ഒരു വീഡിയോ ഒരു ചാനലിൽ ഗസ്റ്റ് ആയിട്ട് പോകുന്നവരും നമ്മൾക്കൊരു പ്രൗഡാണ്. അപ്പൊ ഇനിയും വീഡിയോസ് ഒക്കെ ചെയ്യൂ, ഒരുപാട് ഉന്നതിയിലേക്ക് പോട്ടെ എന്നൊക്കെ പറഞ്ഞു, ഓൾ ദ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞൊരു മെസ്സേജ് അയച്ചതാണ്. അതെ, നമ്മുടെ തന്നെ അടുത്തുള്ള ഒരു വ്യക്തി. അത്രേ ഉള്ളൂ. അപ്പൊ അത് ആ മെസ്സേജ് അവിടെ തീർന്നു. എനിക്ക് അത് റിപ്ലൈ കിട്ടുന്നോ അങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ 2 വർഷം കഴിഞ്ഞിട്ടാണ് തോന്നുന്നു അതിന്റെ റിപ്ലൈ വരുന്നത്. ഞാൻ ഇത് ആരാടാവോ, ഞാനത് നോക്കി അവർ ഞാൻ അന്ന് മെസ്സേജ് അയച്ചാള് റിപ്ലൈ തന്നിരിക്കുന്നു ഒടുവിൽ. അപ്പൊ ഞാൻ അങ്ങനെ മെസ്സേജ് തിരിച്ച് ഒരു ഇത് കൊടുത്തു, റിപ്ലൈ കിട്ടുന്ന പ്രതീക്ഷിച്ചില്ല, എന്തായാലും ഒരുപാട് സന്തോഷം. പിന്നെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ആ സമയത്ത് കുറച്ച് ഇങ്ങനെ എഴുത്ത് പരിപാടി ഉണ്ടായിരുന്നു ചെറുതായിട്ട് ഇങ്ങനെ എന്തൊക്കെയോ. അപ്പോൾ ഇവൾക്കും അത്യാവശ്യം ആ സമയത്ത് എഴുത്തിന്റെ ഒരു പരിപാടി ഉണ്ട്. അപ്പൊ ഞാനൊരു ചെറിയൊരു സ്റ്റോറി ഞാനൊരു സമയത്ത് ഒരു കൊല്ലത്തെ ഫ്രണ്ടിന്റെ ഒരു കല്യാണത്തിന് ഉണ്ടായിരുന്നു. അപ്പൊ ആ കല്യാണത്തിന് പോയി തിരിച്ച് വീട്ടിലെത്തുന്ന ആ ഒരു ചെറിയൊരു ജേണി ഞാനൊരു സ്റ്റോറി പോലെ എഴുതിയിട്ട് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പോസ്റ്റ് ആയിട്ട്. അപ്പൊ അത് അല്ല ആ സമയത്ത് അങ്ങനെ ടച്ച് ഇല്ല, ഈ ഒരു മെസ്സേജിൽ തീർന്നു. ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ആണ്. ആ സമയത്ത് ആക്സെപ്റ്റ് ചെയ്തു, റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്തു. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ ആ പോസ്റ്റ് ഇട്ട് പിന്നെ കുറെ ആൾക്കാർ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് പറഞ്ഞു, ഇനി എഴുതാൻ കഴിവുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഞാൻ വെറുതെ എഴുതിയിട്ടതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് എനിക്ക് ഇവളും അതേപോലെ മെസ്സേജ് അയച്ചു, ഞാൻ ഇത് വായിച്ചു, നന്നായിട്ടുണ്ട്, എഴുതുമോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെയാണ് നമ്മുടെ കണക്ഷൻ തുടങ്ങുന്നത്. അവിടെ ഒരു ജെനുവിൻ കമന്റ് ആയിട്ട് അത് പറഞ്ഞു. നല്ല അപ്പൊ ഞാനിങ്ങനെ തിരിച്ചു ചോദിച്ചു, ഞാൻ അങ്ങനെ എഴുതുന്ന കൂട്ടത്തിലൊന്നും അല്ല, ഞാൻ വെറുതെ എഴുതി നോക്കിയതാണ്, എങ്ങനെയാണ് വായിക്കുമോ, എഴുതാറുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ അങ്ങനെ അതിലാണൊരു കണക്ഷൻ തുടങ്ങിയത്. ശരിക്കും എഴുത്തിലാണ് നമ്മളൊരു കണക്ഷൻ തുടങ്ങുന്നത്. പിന്നെ അങ്ങനെ കുറെ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ കുറെ സിമിലാരിറ്റീസ് നമ്മുടെ ക്യാരക്ടേഴ്സിൽ വരുന്നതും അങ്ങനെ കുറെ സംഭവങ്ങൾ വന്നപ്പോൾ കുറച്ച് കൂടുതൽ അടുത്തു.